അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം നമ്മുടെ വീട് തന്നെയാണ്. സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വീടാണ് നമ്മൾ എല്ലാം സ്വപ്നം കാണുന്നത്. എന്നാൽ ചില വീടുകളിൽ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നു. അതിന്റെ പ്രധാന കാരണം ബർക്കത്ത് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ആദ്യം ബർക്കത്ത് എന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ബർക്കത്ത് എന്നാൽ കുറച്ച് ഉള്ളതിൽ പോലും കൂടുതൽ നന്മയും സമാധാനവും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. ബർക്കത്ത് വെറും സാമ്പത്തിക നേട്ടം മാത്രമല്ല, മറിച്ച് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, സ്നേഹം, ഇതിലൊക്കെ ബർക്കത്ത് ഉണ്ട്. ഒരു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. ഒപ്പം തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം ശീലമാക്കിയവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹമുണ്ടാവും. നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യും. തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവർക്ക് തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കും. ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കണം. ഒരു വീട്ടിൽ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. അടുത്തത്, എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞു തുടങ്ങുക. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബിസ്മി ചൊല്ലി തുടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ കാര്യവും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ ശീലിക്കുക. കുടുംബത്തിലെ എല്ലാവരോടും ദിവസവും ഓരോ യാസീനെങ്കിലും ഓതാൻ പറയുക. അതല്ലെങ്കിൽ ദിവസവും 1-2 പേജ് ഖുർആൻ ഓതാൻ പറയുക. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ ഓതുന്ന വീടുകളിൽ ശൈത്താൻ താമസിക്കില്ലെന്ന് ഹദീസുകളിൽ പറയുന്നു. അതുപോലെ വീടുകളിൽ സ്ഥിരമായി ദിക്റുകൾ പതിവാക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പോലെയുള്ള ദിക്റുകൾ ചൊല്ലുക. ഇതിലൂടെ വീടുകളിൽ ബർക്കത്തും സമാധാനവും ഉണ്ടാവും. മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുക. അവരെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. അവരെ അനുസരിക്കുക. അവരോട് ദേഷ്യത്തോടെ സംസാരിക്കരുത്. അടുത്തത്, സ്വതക്ക നൽകുക. പാവപ്പെട്ടവരെ സഹായിക്കുക. നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അതിന്റെ ഇരട്ടി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. ചെറിയ സഹായം പോലും വലിയ ബർക്കത്ത് നൽകും. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വീടിന്റെ അകവും പുറത്തും വൃത്തിയാക്കുക. വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. അടുത്തത്, ഹലാലായ വരുമാനം മാത്രം സ്വീകരിക്കുക. ഹറാമായ വരുമാനം വീടുകളിലെ സമാധാനം ഇല്ലാതാക്കും. അതുകൊണ്ട് എപ്പോഴും ഹലാലായ മാർഗത്തിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. ഹലാലായ മാർഗത്തിൽ ലഭിക്കുന്ന വരുമാനമാണ് ബർക്കത്തിന്റെ അടിസ്ഥാനം. പിന്നെ ദുആ ചെയ്യുക. കുടുംബത്തിലെ എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി ദുആ ചെയ്യാൻ ശീലിക്കുക. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയുക. അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് വീട്ടിൽ കയറിയാൽ അള്ളാഹുവിന്റെ ബർക്കത്തും സമാധാനവും ഉണ്ടാവും. മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയൽ സുന്നത്താണ്. അടുത്തത്, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക. വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ബാത്റൂമിൽ പോകുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുമ്പോൾ ഉള്ള ദിക്റുകൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ, അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ എല്ലാം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ ആ വീട്ടിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. അവസാനമായി അള്ളാഹുവിനോട് നന്ദി പറയുക. അള്ളാഹു നൽകിയ നന്മകൾക്കും നേട്ടങ്ങൾക്കും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞാൽ കൂടുതൽ നന്മകൾ ലഭിക്കും. വീട്ടിൽ ബർക്കത്ത് വരുന്നത്
വലിയ കാര്യങ്ങളിലൂടെ മാത്രമല്ല, ചെറിയ നല്ല പ്രവർത്തികളിലൂടെ തന്നെയാണ്. നിസ്കാരം, ഖുർആൻ, ദിക്ർ, ദുആ ഇവ നമ്മൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ വീട് ഒരു സ്വർഗം പോലെയായി മാറും. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സമാധാനവും ബർക്കത്തും നൽകട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.